ഇനി ആരൊക്കെ എതിർത്താലും ആരുടെ മുമ്പിലും വിട്ടുകൊടുക്കില്ല. ഇറങ്ങിപ്പോണമായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇറങ്ങിപ്പോയേനെ. പോകാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് നമ്മുടെ ജാസ്മിനും ഗബ്രി. ഒരുപാട് സമയം ഇരുവരും ഇന്നലെ കട്ടിലിൽ കിടന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. ഇതിനിടയിൽ വിശന്ന് വലഞ്ഞ സിംഹത്തിന്റെ മടയിലെത്തിയ മാൻപേടെ പോലെ അവിടേക്ക് റസ്മിൻ ഭായ് വരുന്നു. റസ്മിൻ വന്നിട്ട് ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോകാൻ പോയപ്പോൾ ജാസ്മിൻ പറഞ്ഞു, നിനക്കെൻ്റെ അടുത്തൊന്ന് കിടന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പൊയ്ക്കൂടെ എൻ്റെ റസ്മിനെ എന്ന് ചോദിച്ചപ്പോൾ ആ നിഷ്കളങ്കമായ ഹൃദയം അത് വിശ്വസിച്ച് അവിടെ ഒന്ന് പോയി കിടന്നു. സത്യം പറഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ കുഞ്ഞ് പട്ടിക്കുട്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് അത് പല്ല് ധരിക്കുമ്പോൾ നമ്മൾ കടിക്കാനായിട്ട് വീട്ടിലൊക്കെ തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന തൊണ്ടിട്ട് കൊടുക്കുമല്ലോ. ആ തൊണ്ട് അതിങ്ങനെ കടിച്ച് പറിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ കൊച്ചു കുട്ടിയൊക്കെ പല്ലിങ്ങനെ വന്നു തുടങ്ങുന്ന സമയത്ത് പല്ല് തരിക്കൂലേ? ആ സമയത്ത് ടീത്തർ എന്നൊക്കെ പറയും, ടീത്തിങ് ടോയ് കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാട്ടോ. എന്ന് വെച്ചാൽ പല്ല് തരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അവർ കയ്യിൽ കൊടുക്കുന്ന നോർമൽ ടോയ്സ് ഒക്കെ എടുത്ത് കടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ പിള്ളേരിങ്ങനെ കടിച്ച് പൊട്ടിക്കില്ലേ? അതുപോലെ ആ റസ്മിനായിട്ട് ഇങ്ങനെ കടിച്ച് എന്തൊക്കെ ചെയ്തെന്ന് ബിഗ് ബോസിന് മാത്രം അറിയാം. എന്തായാലും ബിഗ് ബോസ് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ കൈ പിടിച്ചിട്ട് കടിക്കുകയോ ഇറുക്കുകയൊക്കെ ചെയ്തിട്ട് നീണ്ട് കിടന്ന് വിളിച്ച് പൊടിക്കുന്നുണ്ട് ജാസ്മിൻ. സത്യത്തിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഒരു കുട്ട നിറയെ ഈ പറഞ്ഞ പാസിഫറോ അല്ലെങ്കിൽ ടീത്തിങ് ടോയ്സോ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തായാലും ബിഗ് ബോസിൻ്റെ ക്രൂ ടീമുകളെല്ലാം കൂടെ 100-300 പേരുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അവർക്ക് വെപ്പും കൂടിയൊക്കെ കാണുകയും ചെയ്യും. ഒന്ന് ബാക്കിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി. ഇവർ തേങ്ങ പൊതിച്ച്, കാരണം മലയാളികളും തമിഴന്മാരും ഒക്കെ തേങ്ങ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതിച്ച് കിടക്കുന്ന തൊണ്ട് എന്തായാലും അവിടെ കാണും. കുറഞ്ഞത് 2 തൊണ്ടെങ്കിലും കൊടുത്തു വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടെ പലർക്കും ഡീറ്റി എടുക്കേണ്ടി വരും. റസ്മിൻ ഇന്നലെ ചോദിക്കുന്ന കേട്ടു, റസ്മിനോട് അതിനു മുമ്പ് ജാസ്മിൻ പറയുന്നുണ്ട്, നിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഉമ്മയെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നത്, നീ ഉമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടോ, കടിക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആന്ന് പറയും. എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൈയൊക്കെ പിടിച്ചിട്ട് ഇതാക്കുമെന്ന് പറയും. അതുപോലെ ബ്രദറിനെ. സോ അതൊക്കെ സ്വാഭാവികമല്ലേ? നമ്മളിപ്പോൾ ഉമ്മയോ വാപ്പയോ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ എന്നൊക്കെ പറയുന്നത് ഓക്കെ, അതിനകത്തൊരു പ്രോബ്ലം. ഈവൻ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്താൽ അതൊന്നും വലിയ മാറ്ററല്ല. ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ട്രോൾ ചെയ്യപ്പെടും, ഇതുപോലെ പരിഹസിക്കും, ആൾക്കാർ കളിയാക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ? മാത്രമല്ല അവിടെയുള്ള ഇപ്പോൾ റസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ മത്സരാർത്ഥികളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എതിരാളികളാണ്. അവരോട് എപ്പോഴും നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇത് സദാചാരമല്ല. നിങ്ങൾക്ക് അടിച്ചാലോ അല്ലെങ്കിൽ തൊട്ടാലോ ഉമ്മ വെച്ചാലോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഷോയിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ പുറത്തത് ജഡ്ജ് ചെയ്യപ്പെടും. ഇപ്പം നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ ബ്രദറിൻ്റെ അടുത്തോ സിസ്റ്ററിൻ്റെ അടുത്തോ നത്തിങ്. അതൊക്കെയാണ് ജീവിതം. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അത് റിലേഷൻഷിപ്സിൻ്റെ ഡെപ്ത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു പബ്ലിക് ഷോയിൽ വന്നിട്ട് ഇത്തരം ആക്ടുകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആൾക്കാർ ട്രോൾ ചെയ്യും, പരിഹസിക്കും. അതിനകത്ത് പിന്നീട് വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതല്ലേ ചെയ്തുള്ളൂ, അതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതിപ്പോൾ ഏത് പ്രവൃത്തിയും അങ്ങനെയാണ്. അത് കടിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ മാത്രമല്ല, നമുക്കാണ് സ്വയം അതിൻ്റെ ചിലർക്ക് ചെറിയ കാര്യങ്ങൾ വലിയ സംഭവമായിട്ട് തോന്നും, ചിലർക്ക് വലിയ സംഭവങ്ങൾ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്തിട്ടും അതൊക്കെ എനിക്ക് നിസ്സാരം, അതിപ്പോൾ എന്താ കുഴപ്പം, എനിക്ക് കുഴപ്പമില്ലേ, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കാണുമ്പോൾ ഭയങ്കര ബോറാണ്. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരല്ലല്ലോ, എന്തായാലും 3-4 വയസ്സുള്ള കുട്ടികളല്ലല്ലോ, 23, 24, 25, 26 ഒക്കെ ആയ പിള്ളേരല്ലേ. അത് പിള്ളേരെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി വളരെ മെച്ചുറായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാവണം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നൊക്കെ വോട്ട് ചെയ്ത് തീരുമാനിക്കുന്ന ആൾക്കാർ വന്നിരുന്ന് ഈ ചൈൽഡിഷായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ തോന്നിപ്പോവാണ്. കഷ്ടം, അല്ലാതെ എന്ത് പറയാനാ. ഈ കടി അടി ഇടി കഥകളൊക്കെ ഇനിയും തുടർന്നുണ്ടാകും. അത് പാർട്ട് ഓഫ് ദിസ് ഷോ ആണ്. സീസൺ 6 ഈ ഒരു പേരിലും കൂടി അറിയപ്പെടുന്ന ഒരു ഷോ ആയിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് തോന്നും, എന്തായാലും നീയേ കണ്ട് എന്തിനാടേ ഞങ്ങളെയും കൂടെ ഈ വെളുപ്പാൻ കാലത്ത് വിളിച്ച് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഇപ്പം ഞാൻ മാത്രം കാണണ്ട, നിങ്ങളും കണ്ടു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.